ഇതിന് എന്നെക്കാൾ ഹൈറ്റ് ഉണ്ടല്ലോ. ഇതിന്റെ പുറത്ത് എങ്ങനെ കേറും? അപ്പൊ നിനക്ക് കുതിര സവാരി അറിയാന്ന് പറഞ്ഞു? കുതിരക്ക് സവാരി അറിയാലോ, നമുക്കറിയില്ലെങ്കിലും. ദൈവമേ, നിന്റെ അടുത്തേക്ക് ഞങ്ങൾ ഇതാ കുതിരപ്പുറത്ത് ഏറി വരുന്നു. നീ എന്താ കുതിരപ്പുറത്തിരുന്ന് ഹോൺ അടിക്കണ? കുതിരോട് പോവാൻ പറഞ്ഞതാ. നിന്റെ തലയിൽ എന്താ കറിച്ചിട്ടിയാ? ആയിരുന്നു. ഇപ്പൊ ഇത് ഹെൽമെറ്റാ, വീണാ തലക്കൊന്നും പറ്റില്ലല്ലോ. ഓ, രണ്ടും കളിമണ്ണുകൊണ്ട് ഉണ്ടാക്കിയതാണല്ലോ. ഇതെന്താ പുല്ലിന്റെ പുറകെ പോണത്? പുല്ലിന്റെ പുറകെയല്ല, പെണ്ണിന്റെ പുറകെയാണ്. വളക്ക് വളക്ക്. ഇനി ആ പെണ്ണിനെ വളച്ചിട്ടാണ് അടിയിട്ടാൻ. പെണ്ണിനെ വളക്കാനല്ല, കുതിരേനെ വളക്കാൻ. ഓ, ഇതെന്താടാ ഇന്ത്യക്കാര് വിട്ട് ഉപഗ്രഹം പോലെ ഒരു അനുസരണ ഇല്ലാതെ നടക്കണത്? അപ്പൊ നിലത്ത് വീഴുന്ന് ഉറപ്പായല്ലേ? മുറുക്കെ പിടിച്ചോ. ആരോടാ? എന്നോട് ഞാൻ തന്നെ പറഞ്ഞതാ. പോണു. ഇതെന്താണ് ഈ കുതിര ഇങ്ങനെ വട്ടം കിടക്കണത്? ഇനി ഇതിനെ കുതിരവട്ടത്തുനിന്ന് കൊണ്ടുവന്നതാണോ? ഈ കുതിരേനെ ഇനി എങ്ങനെ നിർത്തൂടാ? വെള്ളം കാണിച്ചാ മതിയടാ. വെള്ളം കണ്ട കുതിര നിൽക്കൂ? കേട്ടിട്ടില്ലേ? ഓടും കുതിര, ചാടും കുതിര, വെള്ളം കണ്ടാ നിൽക്കും കുതിരാന്ന്. എങ്ങനെ ഇവിടെ എത്തി? വീഴ്ത്തല്ലേ വീഴ്ത്തല്ലേ. നീയോ ചാവാൻ നടക്കണ്. എന്നെ കൂടി കൊലക്കൊടുക്കണ എന്തിനാ? നീ എന്റെ പാർട്ട്ണർ അല്ലടാ. ദേവി, ഇങ്ങനെ ഒരു പാർട്ട്ണറെ വേറെ ആർക്കും കൊടുക്കല്ലേ. ഇല്ല, ആർക്കും കൊടുക്കില്ല. നിനക്ക് എന്നെ അറിയാട്ടാ. ഈശ്വര, ഇങ്ങനൊരു കാഴ്ച ഞാൻ ആദ്യമായിട്ട് കാണുക. ചേട്ടാ, സൂക്ഷിച്ച്. നീ ആ തൂണ് കണ്ടാ? ഞാൻ കണ്ടു, പക്ഷെ കുതിര കണ്ടോന്ന് അറിയില്ല. നിന്നടാ. ഒരു കുതിരപ്പുറത്ത് 2 കഴുതകൾ. അപൂർവ കാഴ്ചയാ. ആണായി പറഞ്ഞവരാരും ഇല്ലേ വീട്ടിൽ? എന്താ? ആരെങ്കിലും ഒന്ന് വിളിക്ക്. ആരോഗ്യമുള്ള ആരെങ്കിലും ഒന്ന് വിളിച്ചാ മതി. എന്താടാ? നീ തികയില്ല. ഇവിടുത്തെ തടിമാടന്മാരില്ലേ, അവരെ വിളിക്ക്. നീ ഇതെന്തിനുള്ള പുറപ്പാടാ? കുതിരപ്പുറത്തോട്ട് അംഗം വെട്ടാൻ? ഇത് പുത്തൂരം വീടല്ല. എന്നടാ എന്നടാ ഇങ്ങ കലാട്ടാ? ഇങ്ങ വാ. എന്നടാ? ഒന്ന് ഇറക്കി തരൂ. ഞങ്ങളൊന്ന് താഴെ ഇറക്കി തരൂ. ഓ, അതാണോ കാര്യം? അത് ഈസി അല്ലേ? ഇപ്പൊ ഇറക്കി തരാം. ഇത് വെറും കുതിരയല്ലടാ, ടിപ്പർ കുതിരയാ. കണ്ടില്ലേ, വളരെ ഈസി ആയിട്ട് നമ്മൾ അൺലോഡ് ചെയ്തത്. അതെ, താൻ ഈ കുതിരേനെ പൊക്കാൻ വേണ്ടി എന്ത് കൊണാപ്പാ ചെയ്തത്? അത് നിസാരം. അതിന്റെ പൊക്കിളിന്റെ താഴെ ഒന്ന് ഇക്കിളിയാക്കി കൊടുത്താ മതി. എന്നാ എന്റെ പൊക്കിളിന്റെ താഴെ ഒന്ന് ഇക്കിളിയാക്കിയേ. എനിക്കും പൊങ്ങാൻ പറ്റണില്ല. അതെവിടെ? എന്താ? അത് പൊക്കിളല്ല, പിന്നെ അത് കപ്പിളാ. കറുപ്പയ്യ. കറുപ്പായ ഈ ചട്ടിയുടെ കരിയായതായിരിക്കും. കറുപ്പയ്യ. എന്താ ഇവിടെ? യാറാ നീങ്ക? പാണ്ഡിതുരണ്ണൻ അയച്ചതാ. ആ 30 ഏക്കർ സ്ഥലത്തിന്റെ കാര്യത്തിനൊരു പരിഹാരം കാണാൻ മുതലാളിയോട് ഒന്നങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. എങ്ങനെ? ആ 30 ഏക്കർ സ്ഥലത്തിന്റെ കാര്യത്തിനൊരു പരിഹാരം കാണാൻ മുതലാളിയോട് ഒന്നങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. കേട്ടില്ലേ? കോട്ടയത്തൊരു മൂത്ത പുള്ളേച്ചൻ 90. പാട്ട് പറഞ്ഞോടാ പട്ടി. പറഞ്ഞിട്ട് കേൾക്കണില്ല, പാടി കേൾപ്പിക്കാന്ന് വിചാരിച്ചതാ. ഇനി ഉറക്കെ പറഞ്ഞോളാം. ആ 30 ഏക്കർ സ്ഥലത്തിന്റെ കാര്യം സംസാരിക്കാൻ മുതലാളിയോട് ഒന്നങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ஏங்க பாவம் ஏன் கிண்டல் பண்றீங்க? சொல்ல வந்த விஷயம் என்னமோ அதை சொல்லிட்டு சீக்கிரமா போங்கப்பா. ആ സ്ഥലം വാങ്ങിയ മലയാളി ആരായാലും ഞങ്ങൾ കണ്ടുപിടിക്കാം. അയാളിൽ നിന്ന് ആ സ്ഥലം മുതലാളിയും അണ്ണനും കൂടി ഷെയർ ചെയ്ത് വാങ്ങിയ പിന്നെ 2 കൂട്ടർക്കും വെള്ളത്തിനൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. മാത്രമല്ല, ഇതേ തുടർന്നുള്ള എല്ലാ പ്രശ്നങ്ങളും തീരുകയും ചെയ്യും. എല്ലാ പ്രശ്നങ്ങളും തീരും. എടാ, നിന്റെ പാണ്ഡിത്തറ അണ്ണനോട് പറ, ഇവിടെ വന്ന് എന്റെ കാല് പിടിച്ച് കരഞ്ഞു മാപ്പ് പറയാൻ. കാല് പാണ്ഡിതുരണ്ണനും ഉണ്ടല്ലോ. മുതലാളി അവിടെ വന്ന് പിടിച്ചാലും മതി. ഇനി കിട്ടേണ്ടത് നീ മേടിച്ചു. അവന്റെ എച്ചിൽ നിന്നിട്ട് ഈ മുറ്റത്ത് വന്ന് കുരയ്ക്കുന്നോടാ നായേ. താങ്ക് യു. മുഖത്ത് എന്താണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ വെളുക്കാൻ രക്തേന്ദ്രം പുരട്ടിയതാണെന്ന് പറഞ്ഞാൽ മതി. താങ്ക് യു.